വാട്സപ്പിലൂടെ ചോദിച്ചൊരു ചോദ്യമാണ്. തിരുമേനി, കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് അമ്മ വഴിക്കാണോ അച്ഛൻ വഴിക്കാണോ വരുന്നത്? ഇത്രയും കാലം ഞങ്ങൾ അമ്മ വഴിക്കാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രം എന്ന് കരുതിയിരുന്നു. ഈ അടുത്ത ഒരു ജ്യോതിഷനെ കണ്ടപ്പോൾ പറഞ്ഞു, അമ്മ വഴിക്കുള്ളത് കുടുംബക്ഷേത്രമല്ല, അച്ഛൻ വഴിക്കുള്ളതാണ് കുടുംബക്ഷേത്രം എന്ന്. ശരിക്കും ഇത് വാസ്തവമാണോ? ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? ഇത് പൊതുവിലെ ഒരു തെറ്റിദ്ധാരണാജനകമായിട്ട് കടന്നു വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. ചില സപ്താഹ സ്ഥലങ്ങളിലൊക്കെ ഇതിനൊക്കെ തെറ്റിദ്ധാരണാജനകമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഞാനും കേട്ടിട്ടുണ്ട്. അത് എല്ലായിടത്തും ഉള്ളതല്ല, ചില ആചാര്യന്മാർ പറഞ്ഞു കൊടുക്കുന്നതിൽ തെറ്റായി പോകുന്ന ഒരു ഭാഗമാണിത്. ഈ നമ്മുടെ കുടുംബക്ഷേത്ര സങ്കല്പമൊക്കെ വരുമ്പോൾ ഇത് നൂറ്റാണ്ടുകളുടെ ഒരു പഴക്കമുണ്ട്. അപ്പോൾ ആ കാലയളവിൽ ആദ്യം മരുമക്കത്തായം എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. അമ്മാവിൻ്റെ പിന്തുടർച്ച അവകാശികളായിട്ട് ആൾക്കാരിങ്ങനെ കുട്ടികളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാലം. അന്ന് അമ്മയ്ക്കാണ് പ്രാധാന്യം, അച്ഛന് പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ വഴിക്കുള്ള ക്ഷേത്രങ്ങൾ, അമ്മ വഴിക്കുള്ള സമ്പാദ്യവും എല്ലാമായിരുന്നു അന്ന് പ്രധാനപ്പെട്ട ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. അതായിരിക്കും ആ കീഴ്വഴക്കം. അപ്പോൾ അന്ന് ശീലിച്ചു വന്നവരെല്ലാം അമ്മ സമ്പ്രദായത്തിൽപ്പെട്ട അമ്മയുടെ വഴിക്കുള്ള ക്ഷേത്രങ്ങളെല്ലാം കുടുംബക്ഷേത്രമായിട്ട് ധരിച്ചു. അത് കഴിഞ്ഞിട്ട് എന്ത് പറ്റി? മക്കത്തായം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛന് കൂടുതൽ പ്രാധാന്യം വന്നു. അപ്പോൾ അച്ഛൻ വഴിക്കുള്ള ക്ഷേത്രങ്ങൾക്കും പ്രാധാന്യം കൂടി വന്നു. അപ്പോൾ അച്ഛനാണല്ലോ അന്ന് അധ്വാനിച്ച് കാര്യങ്ങളെല്ലാം പിന്നെ നോക്കി നടത്തുന്നത്. അപ്പോൾ അച്ഛന് കൂടുതൽ പരിഗണന വന്ന കാലഘട്ടത്തിൽ അച്ഛൻ വഴിക്കുള്ള ക്ഷേത്രങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം കുടുംബത്തിനകത്ത് കിട്ടി. അങ്ങനെ രണ്ട് വഴികൾ, തായ് വഴി, തന്തൈ വഴി എന്നുള്ള രീതിയിൽ വന്നു. അപ്പോൾ അച്ഛന് കൂടുതൽ ഉഗ്രത്വമുള്ള, അതായത് അച്ഛൻ കൂടുതൽ ബഹുമാനിതനാകുന്ന സ്ഥലങ്ങളിലെല്ലാം അച്ഛൻ്റെ വഴിക്കുള്ള ക്ഷേത്രങ്ങളെയെല്ലാം കുടുംബക്ഷേത്രം എന്ന് പരിഗണിച്ചു. അമ്മയ്ക്കാണ് പ്രാധാന്യമുള്ള കുടുംബങ്ങളിലെല്ലാം അമ്മ വഴിക്കുള്ള ക്ഷേത്രങ്ങളെ കുടുംബക്ഷേത്രങ്ങളായി പരിഗണിച്ചു. ഈ അധികാരത്തെയാണ് ഞാൻ ഇവിടുത്തെ പ്രാധാന്യം എന്ന് പറഞ്ഞത്. ചിലയിടത്ത് അമ്മമാർക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു, അച്ഛൻ അങ്ങനെയൊന്നും കുടുംബത്തിന് വലിയ ഗുണമൊന്നും ഇല്ലാതെ നടന്നപ്പോൾ അച്ഛൻ വഴിക്കുള്ളത് ലോപിച്ചു പോയി എന്നർത്ഥം. അങ്ങനെ ചിന്തിച്ചാൽ മതി, അത് മനസ്സിലാകുമല്ലോ. പക്ഷേ ഇന്നേ കാലഘട്ടത്തിൽ നമ്മൾ പരിഗണിക്കുന്നത് പറഞ്ഞാൽ അച്ഛൻ വഴിക്കുള്ള ക്ഷേത്രങ്ങളെ അമ്മ വഴിക്കുള്ള ക്ഷേത്രങ്ങളെ കുടുംബക്ഷേത്രമായിട്ട് പരിഗണിക്കും. നമ്മൾ ഒരു ദേവതയെ മാത്രം പൂജിക്കാനിരിക്കുന്നവരല്ലല്ലോ ഹൈന്ദവർ. നമ്മൾ 33 ദേവതകളെ പൂജിക്കുന്നവരാണ്. അപ്പം അച്ഛൻ വഴിക്കുള്ള ക്ഷേത്രവും അമ്മ വഴിക്കുള്ള ക്ഷേത്രവും നമ്മൾ പൂജിക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം കാണിക്കേണ്ടതുണ്ടോ? രണ്ട് ദേവതയല്ലേ, നമുക്ക് അവിടെ പൂജിച്ചുകൂടെ? അപ്പം രണ്ടിടത്ത് നമുക്ക് പൂജിക്കാം. ഇതിൽ ഏറ്റവും വ്യത്യസ്തമായ കാര്യം പലർക്കും അച്ഛൻ വഴിക്കുള്ള ക്ഷേത്രവും അമ്മ വഴിക്കുള്ള ക്ഷേത്രവും അറിയില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് രണ്ട് ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അത് അമ്മ വഴിക്കുള്ളതായാലും അച്ഛൻ വഴിക്കുള്ളതായാലും നിങ്ങൾ അറിയുന്ന ക്ഷേത്രങ്ങളെ നിങ്ങൾ പരിപാലിക്കുക, നിങ്ങളവിടെ പോയി തൊഴുക, നിങ്ങൾ പ്രാർത്ഥനകളെല്ലാം ചെയ്യുക. അതാണ് പ്രാമുഖ്യം. പരമാവധി ഈ കുടുംബക്ഷേത്രമെങ്കിലും ഒന്ന് അറിഞ്ഞു വെച്ചേക്ക്. ഇനി ഒരുപക്ഷെ കുടുംബക്ഷേത്രം അറിയില്ല എങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതാസ്ഥാനം, ഇന്ന അമ്പലം എൻ്റെ ഇഷ്ടസ്ഥാനമാണ്, എനിക്ക് വിളിച്ചാൽ എൻ്റെ നാവിൻ തുമ്പിൽ ആ ക്ഷേത്രമാണ് വരുന്നത് എങ്കിൽ നമ്മൾ അത് നമ്മുടെ ഇഷ്ടദേവതാ സങ്കല്പത്തിൽ നമ്മുടെ കുടുംബക്ഷേത്രമായിട്ട് പരിഗണിക്കുക. അതാണ് അതിൻ്റെ നിവൃത്തി.